സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കത്തില്ല. സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ട്. ആ നിലപാടിൽ അടിയുറച്ച് ഞങ്ങൾ നിൽക്കും. സോഷ്യൽ മീഡിയ കമ്മിറ്റിയെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് തന്നെ കാസർഗോഡ് നിന്ന് അങ്ങ് തന്നെയാണ്. അത് തീരുമാനമായിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയ കമ്മിറ്റിയിൽ ഞാൻ കണ്ടില്ല. ഞാനിന്ന് പത്രമല്ല, എന്റെ കാറിൽ ഇരിക്കുകയാണെന്ന്. പുഴുക്കുത്തുകൾക്കെതിരെ അല്ല, ഞാൻ ഇന്നലെ രാത്രിയിൽ 1 മണിക്കാണ് എൻ്റെ പരിപാടികൾ കഴിഞ്ഞ് വന്നത്. ഞാൻ ഇന്നലെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ വെള്ളൂർ അടക്കം മാതമംഗലം അടക്കം അവിടുന്ന് രാത്രിയിൽ വരുമ്പോൾ 1 മണി കഴിഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നടന്നു. അതിനുശേഷം എൻ്റെ വീട്ടിൽ 8, 9 പത്രമുണ്ട്, ദേശാഭിമാനി അടക്കം. അതെല്ലാം എൻ്റെ കാറിലിരിപ്പുണ്ട്. വായിച്ചില്ല. ഇനി ഇവിടുന്ന് യാത്രയിൽ വേണം വായിക്കാൻ. പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി കാണാറില്ല. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞ് അതിനെക്കുറിച്ച് അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞിരുന്ന ഒരു വലിയൊരു ബോംബ് പൊട്ടാനുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ KJ ഷൈൻ ടീച്ചർക്കെതിരെ ഒരു MLA കൂടി ബന്ധപ്പെടുത്തി കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അതായിരുന്നോ ഈ സതീഷ് പറഞ്ഞ ഒരു ബോംബ്? എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ദയവായി നമ്മൾ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു ചോദ്യങ്ങളും എന്നോട് ചോദിക്കണ്ട. അതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. അത് സംബന്ധിച്ച് നോ കമന്റ്സ്. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയും കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാണാത്തൊരു പറയട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ പ്രതിരോധിക്കുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ഇതെടുത്ത് നോക്ക്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ കള്ളം പറയത്തില്ല. പറയുന്ന കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. മാതൃഭൂമി, മനോരമയുടെ ഒക്കെ ഹെഡ്ലൈൻസ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ രാത്രി 1 മണിക്ക് ഹെഡ്ലൈൻസ് ഓടിച്ചു നോക്കുക. അതിലത് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പത്രത്തിൽ കണ്ടു. ദീപിക 3 പത്രം ഞാൻ കണ്ടു. ഈ 3 പത്രത്തിലും ഞാൻ ഒരു വാർത്തയും ആരെക്കുറിച്ചും കണ്ടിട്ടില്ല. കാണാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കത്തില്ല. സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നിലപാടുണ്ട്. ആ നിലപാടിൽ അടിയുറച്ച് ഞങ്ങൾ നിൽക്കും. യാതൊരു തർക്കവുമില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അറിയാത്ത കാര്യം നമ്മളെങ്ങനെ പറയും?